ഹോർമൂസ് കടലിടുക്ക് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ആഗോള വ്യാപാരത്തിന് വലിയ തിരിച്ചടിയായി ഇത് മാറുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയ കപ്പൽ ഉപരോധം ലോക വ്യാപാര മേഖലയെ ഇത് ഗുരുതര പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. ഗൾഫ് മേഖലയിൽ ആകെ തന്നെ ചരക്ക് കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെട്ടതോടുകൂടി തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ ആശങ്കകൾ നിലനിൽക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ മേധാവിയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏകദേശം 1500ഓളം കപ്പലുകളും 20,000-ഓളം വരുന്ന ജീവനക്കാരും നിലവിൽ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, പനാമയിൽ നടന്ന മാരിടൈം കൺവെൻഷൻ ഓഫ് ദി അമേരിക്കാസ് സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഇത്തരമൊരു നിർണായക വിവരം അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ ഗതാഗത പാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി എണ്ണവിലയും ആഗോള വിതരണ ശൃംഖലയും വൻ പ്രതിഫലം സൃഷ്ടിക്കുന്നുവെന്ന ആശങ്ക ഉയരുന്നതിനിടയിലാണ് ഈ കണക്കുകൾ പുറത്തുവരുന്നത്. അന്താരാഷ്ട്ര സമൂഹം സ്ഥിതിഗതികൾ അതീവ ഗൗരവമായി തന്നെ നിരീക്ഷിക്കുമ്പോൾ മേഖലയിൽ അവിടെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് എന്നതും എടുത്തു പറയുകയാണ്. അതായത് വിവിധ രാജ്യങ്ങളുടെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി അതീവ ഗുരുതരമാകുകയാണ് എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ തുടരുന്ന ഉപരോധത്തെ തുടർന്നുകൊണ്ട് ആയിരക്കണക്കിന് നാവികർ ജീവൻ പണയം വെച്ചുകൊണ്ട് കടലിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നതാണ് വ്യക്തമാവുന്നത്. ഇത് അവിടെ നിഷ്കളങ്കരായ നാവികർ അവരുടെ നിയന്ത്രണത്തിന് അതീതമായ ഒരു ഭൂരാഷ്ട്രീയ സംഘർഷങ്ങളിൽ പോലും അകപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇതിനോടകം തന്നെ 30ഓളം ആക്രമണങ്ങളിൽ 10 നാവികർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. സാഹചര്യത്തിന്റെ ആ ഒരു ഗുരുതര അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് മേഖലയിലേക്ക് കൂടുതൽ കപ്പലുകൾ അയക്കരുത് എന്നതാണ് IMO ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ച സൈനിക നീക്കങ്ങളാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമായിരിക്കുന്നത്. അതേപോലെ തന്നെ അതിന് മറുപടിയായിട്ടാണ് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലേക്കുള്ള കപ്പൽ ഗതാഗതം ഇറാൻ തടഞ്ഞുവെച്ചത്. ലോക വ്യാപാരത്തിന്റെ ഹൃദയ പാതയായി തന്നെ കണക്കാക്കപ്പെടുന്ന ഈ ഒരു കടൽ മാർഗം വഴി ആഗോള ഉപഭോഗ ഉൽപ്പന്നങ്ങളുടെ ഏകദേശം 80% ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഉപരോധം ലോക സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാവുകയാണ്. യുദ്ധത്തിന് മുൻപേ തന്നെ ലോകത്തിലെ ഇന്ധനവാതക നീക്കത്തിന്റെ 1/5 നടന്നിരുന്നത് ഈ ഒരു പാതയിലൂടെയായിരുന്നു. ഉപരോധം നിലവിൽ വന്നതോടെ തന്നെ ആഗോള വിപണിയിൽ ഇന്ധനവില കുത്തനെ തന്നെ ഉയർന്നു. കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുവാനും പാത തുറക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം എന്ന പേരിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാവികസേനാ നീക്കം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് അത് താൽക്കാലികമായി തന്നെ നിർത്തിവെക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങളിൽ പുരോഗതി ഉണ്ടെന്നും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിനായി തന്നെ കാത്തിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ലോകത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് പാത തുറക്കുന്നതിനുമുള്ള നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.